മര്യാദക്ക് നിന്ന് പാട്ട് പെർഫെക്റ്റ് ആയിട്ട് പാടിയാൽ മതി. അൻസാർക്കാണെങ്കിൽ ഒരു പാവങ്ങളുടെ മമ്മൂട്ടി. അഫ്സലിക്കാക്ക് പകരം ലൈലിൻ ഫജറിൽ കുതിരത്താൽ ഖദർ കുറിക്കും നീയല്ല. നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് ഒരു സിംഗറാണ്, ഒരു ആക്ടറാണ്, ഒരു ഡയറക്ടറാണ്, നമ്മുടെ എല്ലാമായ പ്രദീപ് ബാബു. നമസ്കാരം. നമസ്കാരം. അങ്ങനെ നമ്മുടെ ചാനലിലേക്ക് വന്നേക്കാണ്. വെൽക്കം ടു. വിളിച്ചതിൽ സന്തോഷം. എങ്ങനെയുണ്ട് വർക്കൊക്കെ? കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ പോകുന്നു. കൊറോണയ്ക്ക് ശേഷം വീണ്ടും ഒന്നും കൂടി ഉഷാറായിരിക്കുകയാണല്ലോ മൊത്തം മീഡിയ എല്ലാവരും. അപ്പം അതുപോലെ ഞാനും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. പ്രദീപ് ബാബു എന്ന് പറയുന്ന ഒരു സിംഗറെ നമ്മൾ ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയണത് ജീവൻ ടിവിയിലെ ഇളയനില എന്ന് പറയുന്ന. അതെ അതെ, ഇപ്പോഴും ആ പേര് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. നമ്മൾ കാണുമ്പോഴൊക്കെ ചെയ്യാം, ഇളയനിലയിൽ ഉണ്ടായത് ആളല്ലേ. ഒരു ഭയങ്കര ഒരു ബാൻഡായിരുന്നു ഭയങ്കര സംഭവമാണ്. അന്ന് വേറെ ബാൻഡൊന്നും ഇല്ലല്ലോ, 2000-ലാണ്. വേറെ ബാൻഡുകളൊന്നുമില്ല അന്ന്. അജി ക്രിയേറ്റ് ചെയ്ത ടീമാണ് ഞങ്ങൾ 5 പേരും. നല്ല ടീം കോമ്പിനേഷൻ ആയിരുന്നു. അതിൻ്റെ പേരിൽ അത് കുറേ നാളങ്ങ് പോയി. ഇപ്പോഴും ഉണ്ട്, മനോജേട്ടനില്ലേ ഇപ്പം നമ്മുടെ കൂടെ. ബാക്കി 4 പേരായിട്ട് കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്നിച്ചൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റണില്ല ഇപ്പോൾ. അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും ബിസിയാണ്. അതുമാത്രമല്ല, പിന്നെ ഒന്ന് ഇങ്ങനെ ഒരു ബാൻഡ് ക്രിയേറ്റ് ചെയ്ത് പഴയ പോലെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, അല്ലെങ്കിൽ ഒരു ചാനൽ, ഓൺലൈൻ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ബാൻഡ് നിങ്ങളായിരിക്കും. ഒരു ഏറ്റവും നല്ല ഒരു ഹിറ്റ് ബാൻഡ് എന്ന് പറയാൻ പാകത്തിനുള്ളത്. അതായത് എന്താ പറയുക, അൻസാർക്കാടെ ഒരു നല്ല അടിപൊളി മാപ്പിളപ്പാട്ടും നിങ്ങളുടെ ഒരു എന്താ പറയുക റോക്ക് ഒരു ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? അല്ല, അതിൽ എല്ലാ ടൈപ്പും പാടുന്ന ആൾക്കാരുണ്ട്. മനോജ് ചേട്ടനാണെങ്കിൽ കുറച്ച് ക്ലാസിക്കൽ ആ മോഡിൽ പോകും, എന്നാൽ എല്ലാം നല്ല മെലഡിയും പാടും മനോജേട്ടൻ. അൻസാർക്കാണെങ്കിൽ ഒരു പാവങ്ങളുടെ മമ്മൂട്ടി. അങ്ങനെ ഒരു ആ ഒരു ഇതിൽ. പക്ഷെ പുള്ളിക്ക് പറ്റുന്ന പുള്ളിയുടേതായ കുറേ പാട്ടുകളുണ്ട്. ആ ഒരു അപ്പിയറൻസും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതങ്ങനെ കിഷോറിൻ്റെതായ രീതിയിൽ, സമ്മതും ഞാനും അങ്ങനെ ഞങ്ങളൊരു അവൻ്റെതായ രീതി, എനിക്കും അങ്ങനെ എല്ലാവരും 5 പേരും ഡിഫറെന്റ് സ്റ്റൈലായിരുന്നു. അന്ന് നിങ്ങൾ ശരിക്കും ഷർട്ട് ഇടാതെയും ഷർട്ട് ഒരു സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ടൊക്കെയല്ലേ പാടിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ട്രെൻഡ് അന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ. അന്ന് ഒരുപാട് പേര് 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു തീർച്ചയായിട്ടും ഷോ ആയിരുന്നു. എന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഓരോ എപ്പിസോഡും ചെയ്യുമ്പോഴും ഞങ്ങൾ ഇന്ന് ആലോചിക്കും, ഇന്ന് എന്ത് ഡ്രസ്സായിരിക്കും, എന്ത് ഏത് രീതിയിൽ അവതരിപ്പിക്കണം. ടീം വരെ കൊണ്ടുവന്ന് നിങ്ങൾ. അതെ, അതെന്ന് വെച്ചാൽ അടിപൊളി പാട്ടുകളാണെങ്കിൽ അന്ന്, അല്ലെങ്കിൽ മെലഡി ആണെങ്കിലും നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങിന്റെ സ്റ്റൈല് നമ്മൾ മാറ്റി. രണ്ടാമത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു? നമ്മൾ അതിന് ശേഷം ജീവൻ TV കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏഷ്യാനെറ്റിൽ മ്യൂസിക് ഡ്രീംസ് എന്നും പറഞ്ഞിട്ട് ചെയ്തു. അവിടെയാണ് നമ്മൾ കുറച്ചും കൂടി വൈഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഓൾറെഡി ഇളയുന്നില്ല എന്നുള്ള ഒരു ഡാർക്ക് ഒരു ആംബിയൻസിൽ ഫുൾ അങ്ങനെ ഒരു പഴയ മൈക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു രീതി പോയി. പിന്നെ വീണ്ടും നമ്മൾ അതിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി വെളിച്ചത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ലൈറ്റിംഗ് സെറ്റപ്പിലൊക്കെ അന്ന് അജയൻ K നായരാണ് ഏഷ്യാനെറ്റിൽ അത് ഡയറക്റ്റ് ചെയ്തത്. പിന്നെ കുറേ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടുകൾ, പാട്ടുകൾ ചെയ്തു. അയ്യോ, അത് ചിരിക്കാൻ ഞങ്ങൾ തമ്മിൽ കൂടുമ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാൻ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. മനോജേട്ടൻ ചില പാട്ടുകൾ നമ്മൾ വിഷ്വൽ ചെയ്യുമ്പോൾ മനോജേട്ടനും അൻസാർക്കൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ പാവം തോന്നും, നമ്മൾ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതിലെ കഴിഞ്ഞിട്ട് ഞാനും സമതും കിഷോറൊക്കെ വേണം കഷ്ടം ചെയ്യണ കണ്ട ചെളിയിലും കൊണ്ടുപോയിരുത്തിയിട്ടുണ്ട് മനോജേട്ടനൊക്കെ. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പ് സോങ്ങുകൾ ഞങ്ങളെടുത്ത് കുറേ പാട്ടുകൾ ഗ്രൂപ്പായിട്ട് പാടിയിട്ട്, അങ്ങനെ ഓട്ടോയിലെ പാട്ട്, പിന്നെ മായാത്ത മാരി വില്ലിത, കാട്ടുക്കുയില്, അതുപോലെയുള്ള കുറേ പാട്ടുകൾ ഞങ്ങൾ കൊണ്ട് പുറത്ത് ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് വന്നത്. രണ്ടാമത് ഉള്ള വ്യത്യാസങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഇപ്പൊ വേറെ ലെവലിലേക്ക് പോവാണ്, അതിലേക്ക് നമുക്ക് വരാം. പ്രദീപ് ബാബു എന്ന് പറയുന്ന ഒരു ഗായകനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് എൻ്റെ ചേട്ടനാണ് എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്, രമേഷ് ബാബു. പുള്ളി ഗാനമേളയിൽ സ്ഥിരം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ പുള്ളിനെ ഫോളോ ചെയ്യായിരുന്നു. വീട്ടിൽ പുള്ളി പരിപാടിക്കൊക്കെ പോകുമ്പോൾ പുള്ളി പാടുന്ന പാട്ടുകളൊക്കെ പഠിക്കും, ബുക്കിൽ എഴുതി വെക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പാടണുണ്ടെന്ന് പുള്ളിക്ക് ഇങ്ങനെ മനസ്സിലാക്കി തുടങ്ങി. ഇടയ്ക്ക് എന്തോ ഒരു പരിപാടിക്ക് എന്നെ ഗസ്റ്റായിട്ട് പുള്ളിയുടെ ഷോയിലൊക്കെ ഞാൻ പോയി പാടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ പാടും എന്നുള്ള പുള്ളിക്ക് തോന്നൽ വന്നപ്പോൾ ഒരു പരിപാടിക്ക് പുള്ളിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്നെ വിട്ട്. പക്ഷെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല.
പ്രോഗ്രാമുകാർക്ക്. പുള്ളീനെ അവർ പറഞ്ഞ് നിർബന്ധിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ, എന്നെ ഞാൻ പാടുന്ന പോലെയൊക്കെ അവൻ പാടിക്കോളും, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിട്ടിട്ടുണ്ട്. അന്ന് നമ്മുടെ ബ്ലൈൻഡ്സ് ഓർക്കസ്ട്ര, രാജൻ മാസ്റ്റർ അവരൊക്കെ അങ്ങനെയൊക്കെ കയറി വന്നു. അങ്ങനെ പ്രോഗ്രാമിനൊക്കെ വന്നു തുടങ്ങി. പിന്നെ ട്രൂപ്പുകളിലേക്കായി. ഹരിശ്രീ, ഓസ്കാർ, മെലഡീസ് അന്ന് ആ സമയത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്രൂപ്പുകളായിരുന്നു. കലാഭവൻ, അങ്ങനെ ഒരുപാട് ട്രൂപ്പുകളിലൊക്കെ പോയി. അങ്ങനെ അങ്ങനെയാണ് പാട്ടിലേക്ക്. പാട്ട് നമ്മൾ പ്രൊഫഷണലായത് എപ്പോഴാണ്? പ്രൊഫഷണൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ആ സമയത്താണ് പ്രൊഫഷണലിലേക്ക് പോകുന്നത്. അതിനു മുന്നേ വീട്ടിലെല്ലാവരും പാടും. അമ്മ പാടും, അച്ഛൻ പാടും, ബ്രദർ, സിസ്റ്റർ എല്ലാവരും പാടും. പക്ഷെ പ്രൊഫഷണലായിട്ട് വന്നിട്ടുള്ളത് രമേശ് ചേട്ടനും, പിന്നെ അതിനുശേഷം ഞാനും. അങ്ങനെ. ഓക്കെ. ഈ പ്രദീപ് ബാബു എന്ന് പറയുന്ന ഒരു ഗായകനെ ഞാൻ മുന്നിലിരുത്തി കുറേ സംസാരിക്കുമ്പോൾ ഇവർ പറയും എന്താണ് ഒരു പാട്ട് കേൾക്കണ്ടേന്നൊക്കെ ചോദിക്കും. നമുക്കൊരു പാട്ട് പാടിയാലോ? പിന്നെ പാടാം. പൊതുവേ ഞാൻ പാടുന്നത് സ്റ്റേജുകളിൽ അടിപൊളി പാട്ടുകളാണ്. പിന്നെ ഇളയനിലയിലൊക്കെ ഞാൻ ഒരുപാട് മെലഡീസ് പാടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് അടിപൊളിയും വേണം. ഞാൻ വളരെ ഒരു SBB ഫാനാണ്. അദ്ദേഹം പാടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാള ഗാനമാണ് ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവരെ, അവിടെ മതങ്ങളുണ്ടോ, അവിടെ മനുഷ്യനുണ്ടോ. ഇതിൻ്റെ വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അതെന്നെ പാടിയേക്കാന്ന് വിചാരിച്ചത്. SPBയുടെ ഒരു ഭയങ്കര ഒരു ഹാർട്ട് ഫാനാണ്. അപ്പോൾ ഈ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ലണ്ടൻ, അമേരിക്ക, UK, ഓസ്ട്രേലിയ അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് യൂറോപ്യൻ കൺട്രീസുകളും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിൽ ഇനി പോവാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ ഇനി പോവാത്ത സ്ഥലങ്ങളുണ്ടോ? അതിന് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമുണ്ടോ? അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇതുവരെ പോകണം എന്ന് അങ്ങനെ ആഗ്രഹിച്ചില്ല. വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ KS പ്രസാദിൻ്റെ കൂടെ പുള്ളിയോടൊപ്പം പാടുന്ന സമയത്ത് നമ്മളൊന്ന് വേൾഡ് ടൂർ ചെയ്യായിരുന്നു. അങ്ങനെയാണ് എല്ലാ ഒരുവിധം പെട്ട രാജ്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തത്. അപ്പം എല്ലായിടത്തും പോയിട്ടുണ്ട്, ഒരുവിധം പോയിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹം എന്ന് പറയാനായിട്ട് പെട്ടെന്ന് തോന്നണില്ല. എന്നാലും എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇനി കിട്ടാണെങ്കിലും അത് ഭാഗ്യം. അതെ. ആരുടെയൊക്കെ കൂടെ പാടണം എന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടിയതായിരിക്കും. SPB സാറിൻ്റെ കൂടെ ഷോയ്ക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നിട്ടുണ്ട്. അതുപോലെ ചിത്ര ചേച്ചിയുടെ കൂടെ, ദാസ് സാറിൻ്റെ കൂടെ സ്റ്റേജ് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ പാടുന്ന സമയത്ത് അദ്ദേഹം മുന്നിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇത് കൈരളി ഷോവിനൊക്കെ ഒട്ടുവിധം എല്ലാവരെയും കൂടെ കാണാൻ. എല്ലാ നമ്മുടെ ലെജൻസിൻ്റെ കൂടെ പാടിയിട്ടില്ല കേട്ടോ. എല്ലാ ലെജൻസിൻ്റെ കൂടെ പാടിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ SPB സാറിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവില്ല ഇന്നയാളുടെ കൂടെ പാടണം. അല്ല, ഇപ്പോൾ ഉള്ളൊരു ആഗ്രഹം ശങ്കർജിയിലൂടെ സ്റ്റേജ് പാടണം എന്നാണ്. പാടണം ഭയങ്കര ആഗ്രഹം. പക്ഷെ അതൊന്നും നമുക്ക് ഒരിക്കലും നടന്നാലോ ചിലപ്പോൾ ആർക്കും പൊന്നാവട്ടെ. ഇല്ല, ആഗ്രഹം പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാതിരുന്നിട്ടില്ല. നടക്കട്ടെ. ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. പണ്ട് നമ്മൾ SPB സാറിൻ്റെ കൂടെ പാടണമെന്ന് ആഗ്രഹിച്ച പോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് ആഗ്രഹമുണ്ട്. ഈ മുമ്പ് സ്റ്റേജിൽ പെർഫോം ചെയ്യാം. ഒരുപാട് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർഫോമറായിട്ട് ചെയ്ത ആളുകളെ കയ്യടി അടിപ്പിക്കുകയും ഒന്ന് തുള്ളി ഒക്കെ ചെയ്യുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ചെയ്യുന്നു. അന്ന് ഇന്ന് തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും ടെക്നിക്കലായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്? അല്ല, അന്നത്തെ കാര്യം ഞാൻ പറയാം. അന്നെന്ന് പറഞ്ഞാൽ നിന്ന് പാടുക, മര്യാദക്ക് നിന്ന് പാടുക, പാട്ട് പെർഫെക്റ്റായിട്ട് പാടിയാൽ മതി എന്നുള്ളത്. അവിടെ നമ്മൾ കുറച്ച് ഈ ഹിന്ദിയും തമിഴുമാണ് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ. ഹിന്ദി തമിഴ് സോങ്ങിൽ അടിപൊളി പാട്ട്. അപ്പോൾ കുറേ ആദ്യമൊക്കെ ഇങ്ങനെ പതുക്കെ കനങ്ങിയൊക്കെ പാടും. ചില ഏരിയ പോയാൽ ഒട്ടും അനങ്ങാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണിക്കും. ചിലപ്പോൾ ഓവറാവാനും പാടില്ല. ഓവറായി അവിടെ തോൽവിയായി. അവിടെയൊക്കെ നമുക്ക് പരീക്ഷണമായിരുന്നു അന്നൊക്കെ, ഇത് എങ്ങനെ ചെയ്യും. അപ്പം അങ്ങനെ കുറേ ചെറുതായിട്ടൊക്കെ. പിന്നെ കുറേ നമുക്ക് മുന്നേ ഉള്ള പാട്ടുകാരൊക്കെ നമ്മൾ കണ്ടു വളർന്നവരാണല്ലോ. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന കുറേ മാനറിസങ്ങളൊക്കെ നമ്മൾ പിടിക്കും. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് തുടങ്ങും. പിന്നെ അത് ഓക്കെ ചില സാധനം ഇതോ ഏറ്റിട്ടുണ്ട്, എന്നാൽ പിന്നെ ഇത് ഫോളോ ചെയ്യാം. അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം ഇന്ന് പറഞ്ഞപ്പോൾ എന്തും നമുക്ക്
ചെയ്യാം. സ്റ്റേജിൽ ഇപ്പൊ എന്തൊക്കെ നമുക്ക് തലകുത്തി പറയാം അങ്ങനെ സംഗതി കാര്യങ്ങളൊന്നും നോക്കണ്ടെന്നാണോ? അയ്യോ അങ്ങനല്ല. പാട്ടിന് നമ്മൾ അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കണം, അതിന്റെ പെർഫെക്ഷൻ കൊടുക്കണം. അത് പാട്ട് നമ്മൾ പക്ക പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് പോകും. ഓഡിയൻസിലാണ് നമുക്ക് മാറ്റം വന്നേക്കുന്നത്. അന്ന് കണ്ടിരുന്ന ഓഡിയൻസിനേക്കാൾ മാറ്റമുണ്ട് ഇന്നത്തെ ഓഡിയൻസ് മാറ്റമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാല് കൂടുതലും വൈബാണ് ആഗ്രഹിക്കണത് അല്ലേ. ഇന്നൊരു പാട്ടുകാരൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്റ്റേജും കൂടി പുള്ളിക്ക് അനുസരിച്ച്, പുള്ളി പാടുന്ന പാട്ടുകൾക്കനുസരിച്ചുള്ള കളറിങ്ങും ലൈറ്റിങ്ങും LED ലൈറ്റ്സ് പോലും LED ബാക്ക്ഗ്രൗണ്ട് പോലും ആ പാട്ടിനനുസരിച്ച് വന്നു. എന്നാലും കുറച്ച് പവർ പാക്ഡ് ഒരു ഷോ എന്ന് പറഞ്ഞാൽ ആവുള്ളൂ. നമ്മൾ മാത്രം പ്രയത്നിച്ചുകൊണ്ട് കാര്യമില്ല, മൊത്തം ഇപ്പോൾ ഒരു ടീം വർക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഇപ്പം നമ്മൾ പറയും എന്ത് വേണം, എങ്ങനെ ലൈറ്റ് വേണം, എങ്ങനെ സ്റ്റേജ്. അതെ അതെ, അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നവരുണ്ട്. ആ ഒരു ലെവലിലേക്ക് എത്തിയേക്കാണ്. അമ്പലപരിപാടികൾ, പള്ളിപ്പരിപാടി അങ്ങനെയുള്ള ഞാൻ പറയണേ. നമ്മൾ ഓപ്പൺ സ്റ്റേജുകളിൽ ഒരു അത്യാവശ്യം LED ലൈറ്റും അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് വരുന്ന പ്രോഗ്രാമിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഓസ്കാർ, അതുപോലെ കലാഭവൻ, പിന്നെ രസിക, എല്ലാവരുടെയും പാട്ട് പാടിയിട്ടുണ്ട്. അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് വെച്ചാൽ അന്ന് രമേശ് ഏട്ടൻ, പ്രകാശ് ബാബു, നിസാർ, ഇവരൊക്കെ ഇങ്ങനെ, അഷ്റഫിക്ക, അവരൊക്കെ ഇങ്ങനെ പാടുമ്പോൾ അവർക്ക് പോകാൻ പറ്റാത്ത പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് പാടി അങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥിരം ട്രൂപ്പിലേക്ക് അങ്ങനെ ആദ്യമായിട്ട് ചെന്നതാണ്. CAC എന്ന് പറഞ്ഞ കൊച്ചിയിലെ ട്രൂപ്പ്. അഫ്സലിക്ക മാറിയ സമയത്ത് അഫ്സലിക്കക്ക് പകരം അതെ അന്ന് മുസ്തഫയൊക്കെ ഇറങ്ങിയ സമയം. ആ സമയത്താണ് ഞാൻ CACയിൽ ചെല്ലുന്നത്. അപ്പോൾ അതിന് മുന്നേ അഫ്സലിക്കാണ് പാടിക്കൊണ്ടിരുന്നത്. പുള്ളിക്ക് തിരക്ക് കാര്യങ്ങൾ, ട്രിപ്പിൽ അധികം ഇനി താല്പര്യമില്ല തുടരാൻ. അപ്പോൾ ആ സമയത്താണ് ഞാൻ CACയിൽ വരുന്നത്. അങ്ങനെയാണ് പിന്നെ അവിടുന്ന് അതെ, സ്ഥിരമായിട്ടൊരു ട്രൂപ്പ് ആദ്യമായിട്ട് അവിടെയാണ് വന്നത്. നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് കൂടി പോകാം. ഒരു മാലയിലവയിൽ നേരം அழகான இளமுதிர்காலம் சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே அவள் அள்ளிவிட்ட பொய்கள் நடுநடுவே கொஞ்சம் மெய்கள் இதழோரம் சிரிப்போடு ஏற்றுக்கொண்டே நின்றேன் அவள் நின்று பேசும் ஒரு தருணம் என் வாழ்வின் சர்க்கரை நிமிடம் தீர்க்கும் விசையை அவளிடம் கண்டேனே 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 நான 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 நான. അടിപൊളി, നല്ല അടിപൊളി പാട്ടാണത്. ശരിക്കും ഈ പാട്ടൊക്കെ സ്റ്റേജിലാണ് ശരിക്കും പെർഫോം ചെയ്ത് പാടുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പാടാം. അതെ അതെ. ഇപ്പൊ എന്താ വെച്ചാൽ പുതിയ പാട്ടുകൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ പഴയ പാട്ടുകളിലേക്ക്, നമ്മൾ പഴയ പണ്ട് ഗാനമേളയിലൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളിലേക്ക് വീണ്ടും പോയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് സിനിമകളിൽ വരെ പഴയ പാട്ടുകൾ എടുത്തിട്ട്. അതെ 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 അതെ. ഞാനൊക്കെ ഇപ്പോഴും സ്റ്റേജിൽ ചെയ്യാണ് പാടുന്നത്. എൻ്റെ ഫസ്റ്റ് പാട്ട് ഇനിയിപ്പോൾ അത് പാടാത്ത സ്ഥലമില്ലാന്ന് തന്നെ പറയാം. അതുപോലെ അങ്ങനെ നമ്മൾ എല്ലാവരും ഇപ്പോൾ പഴയ പാട്ടുകളാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എത്ര ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്? ഞാൻ സത്യം പറഞ്ഞ എണ്ണാറിലാണ്. ഞാൻ വളരെ കുറച്ച് പാടിയിട്ടുള്ളൂ. പാട്ടുകളൊക്കെ ഒന്ന് പറയാം. ഏറ്റവും നമ്മൾ അബ്ദുൽ ഖാദറിന്റെ കുറേ റീമിക്സ് ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഡിവോഷണലാണെങ്കിലും ഹിന്ദു ഡിവോഷൻസും മാപ്പിള ഇത് ക്രിസ്ത്യൻ ഡിവോഷണൽ എല്ലാം പാടിയിട്ടുണ്ട്. അതിൽ മാപ്പിള ഡിവോഷനിൽ സമത് മ്യൂസിക് ചെയ്തൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അത് അർസും കുർസും ലൗഹെല്ലാം അഖിലമൈത്തവനഹദല്ല ജിന്നും മിൻസുകളിന്നെല്ലാം റൂഹകളൂതിയ സമതല്ല കുല്ലെന്നുള്ളൊരു ശബ്ദത്താൽ കുല്ലു പടയ്ത്തവനാളല്ല ലൈലിൻ ഫജറിൽ കുതിരത്താൽ കദർ കുറിക്കും നീയല്ല കുല്ലെന്നുള്ളൊരു ശബ്ദത്താൽ കുല്ലു പടയ്ത്തവനാണല്ല ലൈലിൽ ഫജറിൽ കുതിരത്താൽ കദർ കുറിക്കും നീയല്ല ഹുബ് നിറയ്ക്കും ഫർദല്ല അർസും കുർസും ലൗഹെല്ലാം അഖിലമൈത്തവനഹദല്ല ജിന്നും ഇൻസുകളിന്നെല്ലാം റൂഹുകളൂതിയ സമതല്ല.
അങ്ങനെ ഒരു പാട്ട്. ഈ പാട്ട് എനിക്ക് ഓർമ്മ കിട്ടണില്ല. അത് എന്താണ് മൈലാഞ്ചി അല്ല മൈലാഞ്ചി ഒരു കുറച്ചും കൂടി നീട്ടുണ്ട്. അപ്പോൾ ആ കാസറ്റിന്റെ പേരിന് നാദർഷിക്ക മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പാട്ടുകൾ സമദൂര് പാട്ട് മ്യൂസിക് ചെയ്ത് യാസർ ഞാനാ പാടിയിട്ടുള്ളത്. അതാണ് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ടെന്നുള്ളത്. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീൺ, അതിൽ ത്രൂ ഔട്ട് ആ ഒരു ഹമ്മിങ് ത്രൂ ഔട്ട് പോകുന്നുണ്ട്. അത് ഞാനാ പാടിയിട്ടുള്ളത്. ഇത് വന്നെന്ന് പറഞ്ഞാൽ 5 വർഷങ്ങൾക്ക് ശേഷം അസലായി. പൃഥ്വിരാജിന്റെ പടങ്ങളിൽ മാത്രമാണ് പാടുള്ളൂ. അല്ല, അത് എന്താ പറയാ, അത് എങ്ങനെയോ അത് വന്നു പോയതാണ്. കൂട്ടുവരുമോ കൂട്ടുവരുമോ ചിറ്റുകുരുവികളെ, കൂട്ടുവരുമോ കൂട്ടുവരുമോ കുട്ടിക്കുറുമ്പുകളെ.